ഹേ ഗായ്സ്, കുറേ നാളായി പ്ലാനിങ് ഉള്ള ഒരു ട്രിപ്പ് ഇന്നാണ് കേട്ടോ യാഥാർത്ഥ്യമായത്. തുടക്കത്തിൽ തന്നെ കയ്യിൽ നിന്ന് പാളൽ മാത്രമായിരുന്നു. അത് ട്രിപ്പിന്റെ അവസാനം വരെ അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നത്. നല്ല രീതിക്കുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 5 പേരും കൂടെ ഒരുമിച്ച് പോയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, എല്ലാം ഒരു പാളൽ മാത്രമായിരുന്നു. സ്റ്റിൽ ഞാനത് എൻജോയ് ചെയ്തു കേട്ടോ. എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കരുതല്ലോ. ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പാളിയ ഓർമ്മകളും വേണ്ടേ. സോ പറഞ്ഞു വരുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഐപ്സി പോകുന്നത്. എല്ലാവരും സമ്മറിൽ പോകുന്ന ഒരു സ്ഥലമാണ് ഐപ്സി. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതിന്റെ നീല കളർ വെള്ളത്തിന് ഭയങ്കര ഹൈപ്പുമാണ്. നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഴക്കാറായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല സമ്മറിൽ വെയിലുള്ളപ്പോഴാണ് പോകുന്നത്. ഇറങ്ങിയപ്പോഴേ ഒരു പാളലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബസ് പോയി, ട്രെയിന് പോയി, അങ്ങനെ എല്ലാം പോയി. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ഐപ്സി എത്തി കേട്ടോ. റീൽസിലൊക്കെ കണ്ട ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാണ് നമ്മളവിടെ പോകുന്നത്. നമ്മൾ റീൽസിലൊക്കെ കണ്ട പോലെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ വെള്ളം കാണാൻ. അങ്ങനെ പതുക്കെ നമ്മളതൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. ഒട്ടും തന്നെ ആഴില്ലാത്ത വെള്ളമായതുകൊണ്ട് തന്നെ പകുതി വരെ നമുക്ക് നടക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം കൂടെ എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ വലിയ മഴയും പെയ്തു കേട്ടോ. എല്ലാം കൊണ്ടും ശുഭമായി. പിന്നെ ബാക്കിയുള്ള എൻജോയ്മെൻ്റ് എല്ലാം മഴ കഴിയാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കൂട്ടത്തിലുള്ള ബാക്കി 3 എണ്ണവും വെള്ളത്തിലധികം ഇറങ്ങിയില്ല കേട്ടോ. ഡ്രസ്സ് നനയും കാല് നനയും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആസ്വദിച്ചു. കമ്പാരിറ്റീവ്ലി ഇന്ന് തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് കുറച്ചധികം അവിടെയൊക്കെ കറങ്ങി. പിന്നെ വെള്ളത്തിലാണെങ്കിൽ കുനുനാന്നുള്ള മീനുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചു. യാത്രയുടെ തുടക്കം തുടങ്ങി ഒടുക്കം വരെ നമുക്ക് ഉണ്ടായിരുന്ന വിശപ്പായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയപ്പോൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡും, ഇടയ്ക്ക് വെച്ചുള്ള വിശപ്പിന് ആൾഡിന്ന്, രാത്രി ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ ഷേർസാറ്റ് ബുദ്ധിമാൻ പറഞ്ഞ ഒരു പേട്ട റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ച് ഇന്നത്തെ വിശപ്പിന് ഞങ്ങൾ കടിഞ്ഞാലിട്ടു. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയോ വീട്ടിലെത്തിയിട്ടടാ.